കഴിഞ്ഞ ഭാഗത്ത് ശ്രവിച്ചതിന്റെ ബാക്കി വചനഭാഗങ്ങൾ ഇന്ന് നമുക്ക് ശ്രവിക്കാം. തിരുവചനങ്ങളെ ആദരിച്ചുകൊണ്ട് കുരിശു വരച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 8 31 മുതലുള്ള വചനഭാഗങ്ങൾ. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് യേശു പത്രോസിനെ ശകാരിക്കുന്നതാണ്. ശകാരിക്കുന്നത് എന്തിനാലാണ്? ഇപ്രകാരം ഒരു ബലി യേശു ഗാഗുൽത്ത മലയിൽ നടത്തേണ്ടിയിരിക്കുന്നു. അതിനാലാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നുള്ള അറിവ് പത്രോസിനില്ലാത്തത് കൊണ്ടും മാനുഷികമായ സ്നേഹം കൊണ്ടും. നിഷ്കളങ്കതയുണ്ട്, പക്ഷെ നിഷ്കളങ്കത ഒരു പരിധി വിട്ടപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാതെ സ്നേഹം, മാനുഷികമായ സ്നേഹം കൊണ്ട് മാത്രം നിന്നെ ഞങ്ങൾ കുരിശുമരണത്തിന് ഏൽപ്പിക്കുകയില്ല, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, അപ്രകാരമുള്ള സംഭാഷണങ്ങളിലേക്ക് പത്രോസ് പോകുന്നു. യേശുക്രിസ്തു ശകാരിക്കുന്നു. അവിടെ വെച്ചാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നത്, ഞാൻ വന്നിരിക്കുന്നത് തന്നെ ഇപ്രകാരം ഒരു ബലിക്കായാണ്. ഈ ഭൂമിയിൽ ഇന്നോളം ജീവിച്ചിട്ടുള്ള, ഇപ്പോൾ ജീവിക്കുന്ന, ഇനിയും ജീവിക്കാൻ പോകുന്ന ഏവരുടെയും പാപ പരിഹാരാർത്ഥം അവരുടെ പാപങ്ങളെല്ലാം ആ നിമിഷം ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നു. ആ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ വേദന പൂണ്ട് മരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയുള്ള വേദന ഒരാൾ ഒറ്റയടിക്ക് കഠോരമായ വേദനയായി മണിക്കൂറുകൾ സഹിച്ചുകൊണ്ട് മരിക്കുന്നു. ആ സ്നേഹത്തിന് വേണ്ടിയാണ്, ആ കാരുണ്യത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ശരീരത്തിൽ നിന്നും ദൈവത്തന്നെ തന്റെ സ്വന്തം നെഞ്ചിൽ നിന്ന് പറിച്ച് ഭൂമിയിലേക്ക് നടുമ്പോൾ അല്ലെങ്കിൽ വിടുമ്പോൾ ഉണ്ടാകുന്ന മനോവേദന ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ വന്നിരിക്കുന്ന ലക്ഷ്യം നിറവേറാതെ പോകുന്നതിന് സമാനമാണ് പത്രോസിന്റെ പറച്ചിൽ. പത്രോസിന് വേദനയുണ്ട്, പലർക്കും വേദനയുണ്ട്. പക്ഷേ ഈ വേദന നാം സഹിക്കുന്നത് ഏവരുടെയും പാപ പരിഹാരാർത്ഥമാണ്. പത്രോസിനേക്കാളും വേദനയുള്ള സ്വന്തം അമ്മ, മകൻ തൊട്ടുമുന്നിൽ ഭൂമിയിലോ ആകാശത്തിലോ അല്ലാത്ത ഒരവസ്ഥയിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുന്ന വേദന, അതും ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന വേദന, മരിച്ചിട്ടില്ല. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് മാതാവ് അവസാന നിമിഷങ്ങളിൽ, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ബലിയർപ്പണത്തിൽ പങ്കുകാരാകുന്നത്. അപ്പോൾ ആ വിശ്വാസം, ആ അറിവ്, മാതാവിനുണ്ടായ ആ വിശ്വാസം, അറിവ് പത്രോസിനില്ലാഞ്ഞത് കാരണമാണ് പത്രോസിനെ ശകാരിക്കുന്നത്. തുടർന്നുള്ള വചനഭാവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ യേശുക്രിസ്തു പത്രോസിനെ ശകാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനാവും. നമ്മളും ആ സ്നേഹത്തെ പ്രതി,
ആ കരുണയെ പ്രതി, നമ്മുടെ പാപങ്ങൾക്കായാണ് മരിച്ചതെന്നുള്ള വിശ്വാസത്തെ പ്രതി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടി അനുദപിച്ച് ചെയ്ത പാപങ്ങളുടെ പരിഹാരാർത്ഥം സാധ്യമാവുന്ന തരത്തിലുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് സഹനത്തിൻ്റെതായ ജീവിതത്തിലൂടെ ജീവിച്ച് കുരിശുമരണത്തിന് സമാനമായ, അത്രത്തോളം എത്തില്ലെങ്കിലും വളരെ ലഘുവായാണെങ്കിലുമുള്ള സഹനങ്ങളിലൂടെ കുരിശുമരണത്തിന്റെ ഒരു ലഘുപതിപ്പ് ജീവിതം മുഴുവൻ പകർത്തിക്കൊടുക്കുന്നതിലൂടെ നമുക്കും സ്വർഗരാജ്യം കിട്ടുകയാണ്. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനേ, നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല. ചിന്ത ദൈവികമായിരുന്നത് യേശുക്രിസ്തുവിന്റെ തന്നെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ ആ ധീരതയാണ്. വേദനിക്കുമ്പോഴും മകൻ കുരിശുമരണത്തിന് വേണ്ടിയാണ് സ്വയം ബലിവസ്തുവായി കുരിശിൽ മരിച്ച് ലോകരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ധീരതയാണ് പരിശുദ്ധ കന്യകാമാതാവ് കാണിച്ചത്. ആ ധീരത വിശുദ്ധ പത്രോസിന് മാനുഷികമായ ചില തലങ്ങളിലൂടെ സ്നേഹം കടന്നു വരുമ്പോൾ ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ അരുമ ശിഷ്യനെ സാത്താനെ എന്ന് മനസ്സിൽ സ്നേഹമുള്ളപ്പോഴും വിളിച്ചുകൊണ്ട് ശകാരിക്കുകയാണ്. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനേ, നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇപ്രകാരം ഒരു എന്താണ് പറയുക, ഇപ്രകാരം ഒരു അതിന് നാം പറയുന്ന വാക്കെന്താണ്? ഫോളോവേഴ്സ്, ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയും, അനുഗമിക്കുന്നവർ. ഇപ്രകാരം ഒരാൾ മറ്റൊരാളെ അനുഗമിക്കാനായിട്ട് ക്ഷണിക്കുന്നത് മറ്റു ഒരു ഗുരുവിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. ഒരേ ഒരു ഗുരു അപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. തീർത്തും വ്യത്യസ്തമായി ഗുരുവായ യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം കുരിശുമെടുത്ത്, സ്വന്തം വേദനയുമെടുത്ത്, സ്വന്തം സഹനവുമെടുത്ത്, സ്വന്തം രോഗവുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ആ രോഗത്തെ, ആ ദുഃഖങ്ങളെ, ആ സഹനങ്ങളെ സന്തോഷമായി അനുഭവിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. സർവ്വതും സർവർക്കായി കൊടുത്തുകൊണ്ട് ഒന്നുമില്ലാത്ത രീതിയിൽ എൻ്റെ കൂടെ വരിക. യാത്രയ്ക്ക് പോകുമ്പോൾ പോലും, പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകുമ്പോൾ പോലും യേശുക്രിസ്തു പറഞ്ഞത് ഒന്നും രണ്ട് എടുക്കേണ്ടതില്ലാത്ത അവസ്ഥയിലാണ്. അതായത് ഒരു പ്രേക്ഷിതൻ എന്ന് പറയുമ്പോൾ അതാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സന്യാസിയായാലും സന്യാസിനിയായാലും ആ വ്രതമെടുക്കുമ്പോൾ എടുക്കുന്ന 3 പ്രധാനപ്പെട്ട വ്രതങ്ങളാണ്, 3 പ്രധാനപ്പെട്ട പ്രതിജ്ഞകളാണ് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. അതിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഈ ഒരു കാരണത്തെ പ്രതിയാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം കുരിശുമെടുത്ത് എന്നെ തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് കൊണ്ടാണ് ദാരിദ്ര്യം. അപ്രകാരം തന്നെ ബ്രഹ്മചര്യവും അവർ അനുഷ്ഠിക്കുന്നു. അതൊരു സഹനമാണ്.
ചില സന്തോഷങ്ങളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് സഹിക്കുന്നത് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഇന്നോളം ചെയ്തിട്ടുള്ള പാപങ്ങളുടെ പരിഹാരാർത്ഥം സഹിക്കുന്ന ഒരു സഹനമാണ്. ദാരിദ്ര്യത്തിലൂടെ അവർ പോകണം, ബ്രഹ്മചര്യത്തിലൂടെ പോകണം. മൂന്നാമത് അനുസരണയോടുകൂടിയും പോകുന്നു. അനുസരണ, മേലധ്യക്ഷൻ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ശിഷ്യൻ. ഗുരു പറയുന്നത് തർക്കുത്തരം പറയാതെ അനുസരിക്കണം. ഒരു പക്ഷെ ചെറിയ വീഴ്ചകൾ ഗുരുവിനുണ്ടായാൽ പോലും ഗുരു പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് ശിഷ്യയുടെ കടമയാണ്. പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എത്രയോ മനോഹരമായ വചനഭാഗങ്ങൾ. അത് കേട്ടാൽ മാത്രം മതി, അതിനെക്കുറിച്ച് പ്രഭാഷണങ്ങളൊന്നും നടത്തണ്ട. കേൾക്കുന്നത് തന്നെ, ശ്രവണം തന്നെ നമ്മുടെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുകയാണ്.